talented performance. I must watch a theatrical experience, thrilling, family, emotional, drama and a film in cinema entertainment cinema. ഇതിൽ മമ്മൂക്കാൻ്റെ ഒരു റെഫറൻസ് ആയിക്കൊണ്ടുണ്ട്. പിന്നെ ഇതിൽ ശ്രദ്ധിക്കുക, പിന്നെ മനോജ് ചേട്ടൻ എല്ലാവരുടെ ഒരു ഫോറസ്റ്റിക്കൽ ക്രൈമുള്ള ഒരു കൊലപാതകമായി ബന്ധപ്പെട്ടു സിനിമയാണ്. ഇഷ്ടൻ്റെ കണ്ടതിന് ശേഷം ഗംഭീരമായിട്ട് ആസിഫ് അലി താർത്ത സിനിമ ഒരു 9 കോടിയിൽ കളക്ഷനുണ്ട്. നല്ല ഇൻട്രസ്റ്റിംഗ് മൂവിയാണ്. എനിക്കങ്ങനെ ജഡ്ജ്മെന്റ് കിട്ടില്ല, ഞാൻ കുറേ വട്ടം കണ്ടതുകൊണ്ട് എനിക്കറിയില്ല മലയാളം പറയുന്നത്. വീണ്ടും 2025 ആദ്യത്തെ ഹിറ്റ് എന്നുള്ളൊരു ഇത് പ്രേക്ഷകർ നൽകുന്നുണ്ട്. ഓരോ സീനിലും കയ്യടികൾ വീഴുമ്പോഴും എക്സൈറ്റ്മെന്റ് ഉണ്ടാകുമ്പോഴും ശരിക്കും എത്രത്തോളം പ്രേക്ഷകർ ഫീൽ ചെയ്തോ? ഞാൻ പറഞ്ഞില്ല, എനിക്കങ്ങനെ ഞാൻ ഒരുപാട് വട്ടം കണ്ടതുകൊണ്ട് ഒരുപാട് കാലം ഇതിൻ്റെ പുറത്ത് നടന്നുകൊണ്ടും എനിക്കങ്ങനെ ജഡ്ജ്മെന്റ് കിട്ടില്ല, പ്രേക്ഷകരാണ് പറയേണ്ടത്. നന്നായിട്ട് റിസർച്ച് ചെയ്തിട്ടാണ് സിനിമ ചെയ്തേക്കുന്നത്. അപ്പോൾ ഒരു മലയാള സിനിമ എന്നുള്ളൊരു സപ്പോർട്ട് ഉറപ്പായിട്ടും ഈ സിനിമ അങ്ങനെ സപ്പോർട്ടില്ലാതെ സംഭവിക്കുന്ന സിനിമയല്ല. അത് കണ്ടപ്പോൾ മനസ്സിലാവും. ഒരുപാട് പേര് ഇതിന് പിന്തുണച്ചാൽ മാത്രമേ ഈ സിനിമ സംഭവിക്കുള്ളൂ. അങ്ങനൊരു പിന്തുണ കിട്ടിയിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ സിനിമയിൽ മമ്മൂക്കയുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? മമ്മൂക്കയുടെ സമ്മതം ഇല്ലാതെ സിനിമ നടക്കില്ല എന്നുള്ളത് നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഏറ്റവും ആദ്യം നന്ദി പറയാനുള്ളത് മമ്മൂക്കയോടാണ് ഞാൻ ഈ കഥ ആദ്യം പറഞ്ഞത്. എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട്, മമ്മൂക്ക സമ്മതിക്കുകയാണെങ്കിൽ മാത്രമേ ഇതിൻ്റെ തിരക്കഥയുമായിട്ട് മുന്നോട്ട് പോകുള്ളൂ എന്ന് പറഞ്ഞ സമയത്ത് നമുക്ക് ആദ്യം സമ്മതിച്ചുകൊണ്ടാണ് ഈ സിനിമ തിരക്കഥ മുതൽ തുടങ്ങിയത്. ഈ കാതോടുമായി ബന്ധപ്പെട്ട് കുറേ ആൾക്കാർ ഇതിൽ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ അവരെ അപ്രോച്ച് ചെയ്യുമ്പോൾ അവരുടെ സൈഡിൽ നിന്ന് ഒരു സപ്പോർട്ട് എത്രത്തോളം ഉണ്ടായിരുന്നു? അവർ എല്ലാവരും പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഈ സിനിമ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. കുറച്ച് ഇമോഷണൽ ആണല്ലോ എന്തുകൊണ്ട്? അതെ, ഞാൻ കുറച്ച് ഇമോഷണലാണ്. അത് നിങ്ങൾ കണ്ടു പറയും. താങ്ക് യു. ക്രൂവും പ്രഷറൊക്കെ ആയിട്ടാണ് ഇരുന്ന് കണ്ടേ. ചേട്ടനെ പൊന്നായിട്ടാണെങ്കിൽ ഇടിച്ചിട്ടില്ലേ. ഒരുപാട് സന്തോഷമുണ്ട് സിനിമ കണ്ടപ്പോൾ. എല്ലാവരും നല്ല ഹാപ്പിയാണ്. അപ്പോൾ എല്ലാവരും കാണാനുള്ള സിനിമ കാണാം. താങ്ക് യു. എല്ലാവരും കാണുക പ്ലീസ്. എല്ലാവരും ഇതുവരെ ഇന്റർവ്യൂനൊന്നും വരാത്ത ഒരാളാണ് നമ്മുടെ സിനിമയിലെ ഒരു പ്രധാന ക്യാരക്ടറാണ്. സോ നല്ല രസമായിരുന്നു. നമ്മുടെ എങ്ങനെയുണ്ടായിരുന്നു? ഓക്കെ, താങ്ക് യു. ഏതോ തീർച്ചയായിട്ടും അതിനേക്കാളും ഹാപ്പിയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ വർഷം കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ജനുവരിയിൽ തുടങ്ങുകയല്ലേ? ഓക്കെ, നല്ലൊരു വിജയമാവട്ടെ. താങ്ക് യു. നെഗറ്റീവ് ഷെയ്ഡ് ചെയ്തിട്ട് ഓരോ ക്യാരക്ടർ ഓരോ പേഷ്യന് അവസരം പോലെയാണ്. നെഗറ്റീവ് ഷെയ്ഡ് ആണോ അത് മെയിൻ റോളാണോ എന്ന് ഞാൻ നോക്കാറില്ല. ക്യാരക്ടർ ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ, കഥയും ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ ഞാൻ ചെയ്യും. നന്നായിട്ട് പെർഫോം ചെയ്തു. താങ്ക് യു സോ മച്ച്. ചെയ്യാനായിട്ട് എന്തെങ്കിലും ഇത് തോന്നിയോ? ഇല്ല, അങ്ങനെയൊന്നും ഇല്ല. പിന്നെ ഭയങ്കര വളരെ സപ്പോർട്ടീവായിട്ടുള്ളൊരു പെർഫോമിംഗ് പാട്ടും കൂടെ ആയതുകൊണ്ട് എല്ലാം ഓഡിയൻസുമായിട്ട് സിനിമ കണ്ടപ്പോൾ എന്താ? അതൊരു പ്രത്യേകതരം സന്തോഷം തന്നെയാണ്. കാരണം ആൾക്കാരുടെ, ഞാനും സിനിമ ആദ്യമായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. ഞാൻ അതിൻ്റെ കൂടെ തന്നെ ആൾക്കാരുടെ പ്രേക്ഷകരുടെ റിയാക്ഷനും കാണുമ്പോൾ ഇറ്റ്സ് എ വെരി വെരി ബ്യൂട്ടിഫുൾ സ്പെഷ്യൽ മൂമെന്റ്. സിനിമയിൽ മമ്മൂക്കയുടെ പേര് പരാമർശിക്കുന്ന സമയത്തൊക്കെ ഭയങ്കര കയ്യടിയൊക്കെ കേട്ടിട്ടുണ്ട്. യെസ്. അത് നല്ല നമ്മുടെ സിനിമയുടെ ഏറ്റവും നല്ല ഭാഗങ്ങളിലൊന്നാണ് ഈ സിനിമയുടെ ഓരോ മിത്തോളജി അതൊക്കെ വരുന്നത്. വെരി വെരി ഹാപ്പി. എല്ലാവരും പോയി സിനിമ കാണുക. രേഖാചിത്രം ഇന്നു മുതൽ എല്ലാ സ്ക്രീൻസിലും ഉണ്ട്. എല്ലാവരും പോയി സിനിമ കാണുക, അപ്രീഷിയേറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടു. ഞാൻ അഭിനയിച്ചിട്ടില്ല, കാരണം കൂടുതൽ ഇഷ്ടപ്പെട്ടു. ഞാൻ അഭിനയിച്ച കാരണം കൂടുതൽ ഇഷ്ടപ്പെട്ടു. കന്യാസ്ത്രീട്ട് കാതോളം തരത്തില്ല. പിന്നെ ഇതില് ആസിഫ് അലി ചോദിക്കാൻ പറഞ്ഞില്ലേ ഇങ്ങനെ, പിന്നെ ഫോൺ ചെയ്യുമ്പോഴൊക്കെ ഞാൻ പടം കൊള്ളായിരുന്നു. അടിപൊളി പടമായിരുന്നു. നമ്മളെ ഇപ്പൊ ഈ ആസിഫ് അലിയുടെ അങ്ങനെയുള്ള ഒരു നല്ല പോലീസ് സ്റ്റേഷൻ പുള്ളി ചെയ്തതിൽ എല്ലാം നല്ലതാണ്. പക്ഷെ ഏറ്റവും നല്ല അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയത് ഇതാണ്. അനുശ്വരയുടെ പെർഫോമൻസ് ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. എല്ലാവരും അടിപൊളിയായിരുന്നു. മ്യൂസിക്കും കൊള്ളായിരുന്നു. പഴയ കാലഘട്ടം ഇപ്പോഴത്തേക്ക് മിക്സ് ചെയ്തിട്ട് പഴയ കാലഘട്ടത്തിൽ നമുക്ക് പോകാനും പറ്റുന്നതാണ് ഈ സ്കിറ്റിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ തീരുന്നിടത്തുനിന്ന് വീണ്ടും തുടങ്ങുകയാണ്.
ഒരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയത് കണ്ടു കഴിഞ്ഞു. പടത്തിൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ള എന്താ അതിന്റെ ഡയറക്ഷൻ, അതിന്റെ ബാക്ക്ഗ്രൗണ്ട്, അതിലെ കാസ്റ്റിംഗ്, ആക്ടേഴ്സിന്റെ ആക്ടിങ്, അതിൽ ഏറ്റവും ബെസ്റ്റ് ആയി നിൽക്കുന്നത് കാസ്റ്റിംഗ് സൂപ്പറാണ്. സ്ക്രിപ്റ്റ് പറയാതിരിക്കാൻ പറ്റത്തില്ല. മേക്കിംഗ് ഓൾസോ നൈസ്. ഉണ്ടാവാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് ഈ ഒരു അന്വേഷണ സിനിമ ആയതുകൊണ്ട് കഥ പറഞ്ഞു പോകാൻ വേണ്ടിയിട്ടുള്ള പല വഴികളിലേക്ക് പോകുന്നതിൻ്റെ ഒരു വലിച്ചിൽ സിനിമയ്ക്കുണ്ട്. സെക്കൻഡ് ഹാഫിലേക്കും ഇൻട്രസ്റ്റിംഗ് ഉണ്ട്. നല്ല സിനിമയാണ്. ആസിഫ് അലിയുടെ വലിയൊരു സിനിമയെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല, പക്ഷേ നമുക്ക് കുടുംബസമേതം തിയേറ്ററിൽ വന്നിരുന്ന് കണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു സിനിമയാണ്. നല്ല സിനിമയാണ്. ഇതിൻ്റെ റൈറ്റിംഗ് ആണെങ്കിലും ഇതിൻ്റെ ഡയറക്ഷൻ ആണെങ്കിലും ക്യാമറ ആണെങ്കിലും എല്ലാ വർക്കുകളും നമുക്ക് ഇൻട്രസ്റ്റിംഗ്. അതുപോലെ തന്നെ മ്യൂസിക് ആണെങ്കിലും നമുക്ക് വീണ്ടും കാണാൻ തോന്നും. അപ്പോൾ ഈ ഒരു സിനിമ തിയേറ്ററിൽ എല്ലാവരും വന്ന് കാണണമെന്ന് ഞാൻ പറയുന്നത്. കാരണം വലിയൊരു മാസ് പടമല്ലേ, നമുക്ക് ഫാമിലിയായിട്ട് എല്ലാവർക്കും വന്നിരുന്നു. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. പക്ഷേ ഫസ്റ്റ് ഹാഫ് ഞാൻ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞത് കുറച്ച് ലാഗ് കൊടുക്കുമ്പോൾ ഞാൻ കയ്യിൽ നിന്ന് പോയെന്നാണ് വിചാരിച്ചു. പക്ഷെ അങ്ങനെയല്ല, സെക്കൻഡ് ഹാഫിലേക്ക് പോകുന്നുണ്ട്. മമ്മൂക്കയെ കാണിച്ചാണ് അടിപൊളി. അതിനകത്ത് എയിൽ വന്നേക്കുന്ന മറ്റേ ബോട്ടിൽ വിജയാന്തിനെ കാണിക്കുന്ന പോലെ തന്നെ മമ്മൂക്ക ഇതിനകത്ത് കാണിക്കുന്നത് നല്ല സിനിമയാണ്. എല്ലാവരും നല്ല തിയേറ്ററിൽ ധൈര്യമായിട്ട് കാണാം. നല്ല പടം. പടം നല്ല ഫീലാണ്. നല്ല മേക്കിംഗ്, നല്ല സ്ക്രിപ്റ്റാണ്. നമ്മളെ പ്രതീക്ഷ ഒരു പുതുമയുണ്ടല്ലോ സ്ക്രിപ്റ്റിൽ. ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് നമ്മൾ കണ്ടുപോരുന്ന ആ പാറ്റേണിലല്ല, വളരെ മിതമായിട്ടും വളരെ വീഴ്ചയോടുകൂടി സിനിമ നല്ല സിനിമ, നല്ല സിനിമ. മിസ്റ്റേക്കില്ല. ചെയ്തിരിക്കുന്നത് പഴയ മമ്മൂട്ടി ചെയ്തിരിക്കുന്ന കറക്റ്റായിട്ട് തന്നെ ചെയ്തിരിക്കുന്നത്. അതുപോലെ അപ്പു പ്രഭാകറിൻ്റെ ഇന്നത്തെ DOP ക്യാമറ വർക്ക് കിട്ടിയിലും വർക്ക്, അതായത് ലെവൽ ക്രോസ് കഴിഞ്ഞുള്ള അപ്പുവിൻ്റെ ഇടുന്നടുത്ത് വർക്കാണ് കാണുന്നത്. പടം വേറെ ലെവൽ. അടുത്ത കിഷ്കിന്ത് കാട്ടം ഷുവർ. പടം കണ്ടു. നല്ലൊരു സിനിമയാണ്. ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ഡ്രാമയാണ്. കുറച്ച് സ്ലോ പേസ് പോകുന്നൊരു പടമാണ്, പക്ഷെ നല്ലൊരു കഥയുണ്ട്. കാതോട് കാതോരം എന്ന സിനിമയുടെ ഒരു പശ്ചാത്തലത്തിൽ നടക്കുന്നൊരു കഥയാണ്. അപ്പോൾ ആ സിനിമയുടെ പിന്നണിയിൽ നടക്കുന്ന കാര്യങ്ങളായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ഒരു ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററി പോലെ സിനിമ. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. അത് കണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു. പണ്ടത്തെ ഭരതൻ, പിന്നെ കമലിൻ്റെ പഴയ കാലം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. അതെല്ലാം നല്ല രസമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല സിനിമയായിട്ട് തോന്നുന്നു. ഈ സിനിമ നമ്മൾ കാണുമ്പോൾ ഭയങ്കര എക്സ്പീരിയൻസ്. നമ്മളെങ്ങനെ ഭയങ്കര ഡിഫറെൻ്റാണ്. കാരണം അയ്യോ അങ്ങനെ എനിക്ക് ചോദിക്കാം, എനിക്ക് അറിയില്ല. അതെ. കുറേ പേരോട് ചോദിച്ചാൽ എനിക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽസ് അറിയില്ല, എനിക്കോ അറിയില്ല. പക്ഷേ പരിപാടി എനിക്ക് പേഴ്സണലി എനിക്ക് വർക്കായി. പിന്നെ പടം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബാക്കി നിങ്ങളാണ് പറയണം പടം എങ്ങനെയുണ്ട്, അടിപൊളിയാണോ അല്ലേന്നത്. എനിക്ക് കണ്ടോ അതിൻ്റെ ക്യാരക്ടർ എങ്ങനെയുണ്ട്, വർക്കാണോ ഉള്ളതോ? ഓ താങ്ക് യു ഗൈസ്. അപ്പോൾ പടം എല്ലാവരും കാണണം തിയേറ്ററിൽ പോയിട്ട്. എൻ്റെ പടം കണ്ടിട്ടുണ്ട്. 31 ഇതല്ല, നോർമൽ ഒരു സാധാ കൊമേഴ്ഷ്യൽ പടമാണ്. 30% റിലീസ് ഉണ്ട്. ഞാൻ ശ്രദ്ധാപനമില്ല. കിഷ്കിന്താണ്ടത്തിൽ നമ്മൾ ഈ കണ്ണുകൾ വരെ അഭിനയിക്കേണ്ടതെന്ന് പറയുന്നത് ഇത് കണ്ടപ്പോൾ അങ്ങനെ തോന്നിയാണ്. അല്ല, നമുക്കറിയാം നല്ല വെർസറ്റൈൽ ആയിട്ടുള്ള ഒരു ആക്ടറാണ്. എല്ലാം അതിന് കണക്കായിട്ടുണ്ട്. ഈ ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ ആസിഫ് അലി എങ്ങനെയുണ്ട്? ഇങ്ങനെ കിടിലൻ പടം. ഇനി ഇതിന്റെ ഭാഗം പറ്റിയതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു. അടിപൊളി ഫിലിമാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. പിന്നെ ഇതിന്റെ ഭാഗമാകാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. നമ്മുടെ കൂടെ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ പുതിയ സിനിമകൾ, പുതിയ സിനിമക്കാർ, എൻ്റെ ഒരു സിനിമ ഒരു വിദ്യാർത്ഥി എന്ന രീതിയിൽ ഇനി കൂടുതലും സിനിമാക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു സിനിമ കൂടിയാണ്. കാരണം ഒരു സിനിമ എടുക്കുമ്പോൾ ഒരു കഥ അല്ലെങ്കിൽ തിരക്കഥക്ക് അപ്പുറത്തേക്ക് ഒരു സിനിമയുടെ ചരിത്രം, ഒരുപക്ഷെ മലയാള സിനിമയുടെ ചരിത്രം ഈ സിനിമക്ക് ആവശ്യമായി വന്നെങ്കിൽ, അയാൾക്ക് പഠിക്കാൻ കഴിഞ്ഞെങ്കിൽ, ഒരു ഇന്ത്യൻ സിനിമയുടെ ചരിത്രം ഒരുപക്ഷെ നാളെ ഒരു സിനിമയായി വന്നുകൂടാന്നില്ല. ഈ സിനിമ വളരെ ഗംഭീരമായ സിനിമയാണ്. ഈ സിനിമ ജനങ്ങൾ ഏറ്റെടുക്കും. 25-ലെ ആദ്യത്തെ സിനിമ എന്ന രീതിയിൽ ഏറ്റവും നല്ല സിനിമയായി മാറാനുള്ള എല്ലാ ചേരുവകളും എല്ലാ സാധ്യതകളും ഈ വർഷത്തെ ആസിഫിന്റെ ഏറ്റവും നല്ല പടം, അല്ലെങ്കിൽ ഈ വർഷത്തെ ആസിഫിന് തുടക്കമാണ് ശരിക്കും പറഞ്ഞത്. അതെ, തുടർച്ചയാണ്. ഇതുവരെ ആസിഫ് ചെയ്തിട്ടുള്ള പോലീസ് വേഷങ്ങളിൽ നിന്ന് ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു പോലീസ് വേഷമാണ്. ഒരു റൺ ത്രൂ പോലീസ് വേഷത്തിൻ്റെ അപ്പുറത്തേക്ക് ഒരു റിയാലിറ്റി, ഒരു യഥാർത്ഥ പോലീസുകാരൻ സ്വന്തം ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു റിയാലിറ്റി ഈ സിനിമക്കകത്ത് ആസിഫ് അലി എന്ന് പറയുന്ന മഹാനടന്
അങ്ങനെയൊക്കെ എനിക്ക് പറയാൻ തോന്നുന്നു. അദ്ദേഹത്തിന് അത് കാഴ്ചവെക്കാൻ പറ്റിയിട്ടുണ്ട്. അത് ആരും അതിനകത്ത് അങ്ങനെ ഇപ്പം ജഗദീഷ് എന്ന് പറയുന്ന അദ്ദേഹം ആണെങ്കിലും ഒരാളും ഇതിൻ്റെ അനശ്വര എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ കഴിഞ്ഞൊരു പടം ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒപ്പം നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ ബിജു മേനോൻ്റെ ചാക്കോ ജംഗ്ഷൻസ് അല്ലേ, ആ പടം ഇപ്പം അതിൻ്റെ ഓൾറെഡി ആയിട്ട് ഞാൻ അതിനകത്ത് ഒരു ചെറിയൊരു വേഷം ചെയ്യുന്നുണ്ട്. അപ്പോൾ അനശ്വര എന്ന് പറയുന്ന ആ അദ്ദേഹത്തിൻ്റെ വലിയൊരു എന്താണ് ഒരു തുടക്കം തന്നെയാണ് ഈ സിനിമ എന്ന് പറയാം. നല്ല സിനിമയാണ്. എല്ലാവരോടും ഒരു ആഗ്രഹമുള്ളത് പ്രേക്ഷകരോട് ഈ സിനിമ എല്ലാവരും പ്രേക്ഷകർ ഏറ്റെടുക്കണം. വലിയ ഹിറ്റുകളിലേക്ക് ഈ സിനിമ മാറ്റണം. എന്നെ പോലെയുള്ള ആളുകളെയൊക്കെ ഈ കാണുന്ന ആളുകൾ പുതിയ സിനിമാക്കാരൊക്കെ കാണുമ്പോൾ അവർക്കും അത് ഇതായി മാറണം. താങ്ക് യു. പടം അടിപൊളി പടം, സൂപ്പർ പടം, കിടച്ചു, ഗംഭീര പടം, അടിപൊളിയല്ലേ, അടിപൊളിയായി. ജോഫിനൊക്കെ അടിപൊളി ഡയറക്ടറല്ലേ. പുതിയ ആളുകൾക്ക് ഭയങ്കര പുതിയ സംവിധായകർ, പുതിയതല്ല കഴിഞ്ഞ പടമൊക്കെ ഇതല്ലേ, അവരൊക്കെ വളർന്നു വരുന്ന സംവിധായകരല്ല. അടിപൊളി.